എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് SBCID ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. SBCID എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് അല്ലെ. അതായത് നമ്മുടെ കേരള പോലീസിന്റെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള SBCID എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 17/2025 ആണ് കേട്ടോ. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 31,100 to 66,800 ആണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി സ്കെയിൽ തന്നെയുണ്ട്. നമ്മുടെ പുതിയ CPOന്റെ സാലറി സ്കെയിലുമായിട്ട് അല്ലെ ഏതാണ്ട് ആ ഒരു റേഞ്ച് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഈ പോലീസിന്റെ എക്സാം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് റിട്ടൺ എക്സാം ഉണ്ടാവും, ഫിസിക്കൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു എക്സാമിനേഷനകത്ത് ഇത് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ കൂടി ഇത് നോൺ യൂണിഫോം പോസ്റ്റ് ആണ് കേട്ടോ. നോൺ യൂണിഫോം പോസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് റിട്ടൺ എക്സാം മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ ഇല്ല, അതേപോലെ തന്നെ മെഡിക്കൽ ഇല്ല, അതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എക്സാം എഴുതി പാസ്സായാൽ മതി. അപ്പോ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36. നമ്മുടെ സാധാരണ PSC എക്സാംസ് ഒക്കെ എഴുതുന്ന അതേ ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ, റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്, ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, അതാണ് ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത്. ഇത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പ്രിലിംസും ഉണ്ടാവും, മെയിൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിന്റെ അഡ്വൈസ് നോക്കാം. ഇതിന് മുമ്പ് പോയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് 172 ആണ് ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു സിലബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ തന്നെ സിലബസ് ആണ് ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുമ്പോ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട് 20 മാർക്ക് ഉണ്ട്, മാത്സ് ആണെങ്കിൽ 20 മാർക്ക് ഉണ്ട് വെയിറ്റേജ് നോക്കുമ്പോൾ കേട്ടോ. ഇംഗ്ലീഷും മാത്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് എളുപ്പത്തിൽ തന്നെ ക്വാളിഫൈ ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ മലയാളം പറഞ്ഞിട്ടുണ്ട് 10 മാർക്ക്, അങ്ങനെ തന്നെ നമുക്ക് 50 മാർക്ക് കിട്ടും. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക് ഉണ്ട്, സിവിക്സ് 5 മാർക്ക് ഉണ്ട്, എക്കണോമിക്സ് 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഹിസ്റ്ററി 10 മാർക്ക്. ഇതൊക്കെയാണ് ഇതിന്റെ നമ്മുടെ മുമ്പത്തെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് തന്നെ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പ്രിലിംസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ രീതിയിലായിരിക്കും. ഇംഗ്ലീഷിനൊക്കെ വെയിറ്റേജ് കൂടുതലാണ്, 20 മാർക്ക് ഉണ്ട്, മാത്സും 20 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചാനൽ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ചാനൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ പറഞ്ഞിട്ടുള്ള SBCIDക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്സേ ഇംഗ്ലീഷിന് മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, എത്ര പഠിച്ചാലും പോകുന്നുണ്ട്, അത് മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ എക്സെപ്ഷൻ കേസുകൾ നോക്കാണ്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് അടിക്കുക. അപ്പൊ അതേപോലെ നമ്മൾ ഇതിന്റെ എക്സെപ്ഷൻ കേസുകൾ ഡിസ്കസ് ചെയ്യും, അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, വൊക്കാബുലറി ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക് വൈസും അതുപോലെ തന്നെ വൊക്കാബുലറിയും ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോഴേ പഠനം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ നമ്മുടെ ഒരു സ്പീഡും അക്യൂറസിയും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് വരാൻ പറ്റുക. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബേസ് മുതലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക, എക്സെപ്ഷൻസ് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.